I'm very excited. Bro, you fast driver or slow driver? Let's go. It's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet. Damn, ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning all. And this is just the beginning. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. കാരണം എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു 2 വണ്ടി വന്നിട്ടുണ്ട്. ഒന്നൊരു ലംബോർഗിനി ഹുറക്കാൻ ഈവോയും പിന്നെ ഇത് ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസർ GR-ഉം. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് എന്താ 4444, ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് 4444. പിന്നെ ഈ 2 വണ്ടിയുടെ ഓണറാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മച്ചാൻ മിസ്റ്റർ നസീം അഹമ്മദ്. ഔറി ബ്രോ, ഹൗസ് എവറിത്തിങ്? സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ കാർ ഗൈനെയാണ് നമ്മുടെ മുന്നിൽ കേൾക്കുന്നത്. എന്നെ ഒരു ഡൗട്ട് വെച്ചോട്ടെ, നിങ്ങളങ്ങനെ ഈ 2 വണ്ടിയായിട്ട് വന്നത്? എന്തായാലും 2 വണ്ടി ഒരുമിച്ച് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഇല്ല, ഞാൻ ശരിക്കും ഒരു ബിസിനസ് പർപ്പസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്കിവിടെ പിന്നെ ഒരു ഓഫ് റോഡ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ GR സ്പോട്ട് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ലംബോർഗിനി ക്ലബ്ബ് UAE-ൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇനി ഇത് അവിടുന്ന് ട്രക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ 2 വണ്ടിയും ട്രക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഇത് ഡ്രൈവ് ചെയ്ത് വന്നു GR സ്പോട്ട്. ഇത് ട്രക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കായിരിക്കും ഇത് ഏത് വണ്ടിയാണ്. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് എ 2020 മോഡൽ ലംബോർഗിനി ഹുറക്കാൻ ഈവോ. വൈ ഹുറക്കാൻ? ഹുറക്കാൻ എന്താ പറയുക, ലംബോ ഒരു ഫെറാറി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫെറാറി ലംബോ കമ്പയർ ചെയ്യുമ്പോൾ ലംബോ ഒരു മോർ ഫണ്ണാണ്. നമുക്ക് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൈഡിന് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഫെറാറി ഓടിക്കുന്ന ആൾക്കാരൊക്കെ മെയിൻലി കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു ഇതായിട്ട്, ലംബോർഗിനി ഓടിക്കുന്ന ഫുള്ള് നമ്മുടെ പോലെ ചിൽ പിള്ളേർ. ഞങ്ങൾ ഫെറാറി ക്ലബ്ബും ലംബോർഗിനി ക്ലബ്ബും ഉണ്ട്. അപ്പോൾ ഫെറാറി ക്ലബ്ബിൽ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒരുപാടാണ്. കാരണം അത് കുറച്ച് എന്താ പറയുക ഏജ്ഡ് ആയിട്ടുള്ള, അത് ഒരു അബോവ് 50 ആൾക്കാരാണ് കൂടുതൽ ക്ലബ്ബിൽ. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര. ലംബോ അങ്ങനെയല്ല, ഓപ്പൺ ആണ്. പിന്നെ ഗൈസ് വേറൊരു ഫൺ ഫാക്ട് ഉണ്ട്. നമ്മുടെ സൗദി ലംബോർഗിനി ക്ലബ്ബിൽ ആകെ ഒരു ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ മച്ചൻ. എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഞങ്ങൾ 90 ടോട്ടൽ. 90 മെമ്പേഴ്സ്. ബാക്കിയെല്ലാം അറബികളാണ്. 89 അറബ്സ് ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഒരൊറ്റ ഇന്ത്യൻ. ഓക്കെ, അത് നമ്മുടെ മലയാളം. ബ്രോ നാട്ടിലെവിടെ? കോഴിക്കോട്. കൊടിയത്തൂർ. ഗൈസ്, കോഴിക്കോട് കൊടിയത്തൂർ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ലംബോർഗിനി ഹുറക്കാൻ ഈവോയിൽ ഒരു ഡ്രൈവുമായിട്ട് വരാം. That's the power of a V10 engine. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഹുറക്കാൻ ഈവോയിലെ ഒരു ഡ്രൈവ് പോയിട്ട് വരാം. ബ്രോ, ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയർ ആണ്. ഞാൻ അധികം ഒരു ലംബോർഗിനിയിൽ കണ്ടുവരാത്ത ഒരു ഇന്റീരിയർ ആണ് ഇത്. ഇത് നമ്മള് എന്താ പറയാ, സൗദിയിൽ നിന്നുള്ള വരുന്നത്. സൗദികൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഒരു ക്യാമൽ ഫിനിഷുള്ള കളർ. ക്യാമൽ ഫിനിഷുള്ള കളർ അധികം ഒരു വണ്ടീനകത്ത് കാണാത്ത ഒരു കളർ. അപ്പോൾ അതെന്തായാലും കൊള്ളാം. പ്രിറ്റി എക്സൈറ്റഡ്. പിന്നെ എന്തായാലും നമുക്ക് ഈ വണ്ടീനകത്ത് ഒരു ഡ്രൈവ് ആയിട്ട് വരാം. ഞാൻ നേരത്തെ ഇരുന്നത് ഇത് പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷനകത്താണ് ഇവിടെ ടച്ച് സ്ക്രീൻ വരുന്നത്. സാധാരണ ഫുള്ള് നമ്പേഴ്സ് ആണ് വരിക. So that is pretty interesting. അപ്പോൾ ഒരു ഡ്രൈവ് അല്ല, ഐ എം വെരി എക്സൈറ്റഡ്. ബ്രോ, എങ്ങനെ ഫാസ്റ്റ് ഡ്രൈവർ ആണോ സ്ലോ ഡ്രൈവർ ആണോ? ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ സീൻ തന്നെ അല്ലേ? ശരിക്കും ദുബായ് നമുക്ക് ലംബോ ഇതൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റിയാണ്. അതെന്തായാലും ലൈക്ക് ബിഫോർ ദാറ്റ് ഇപ്പൊ താഴെ കമന്റ്സിനകത്ത് എല്ലാവരും ലൈക്ക് വാട്ട് യു ഡു ഫോർ എ ലിവിങ്, എന്താണൊക്കെ ചെയ്യുന്നത്? ഓൺട്രപ്രനർ. ഓക്കെ, ട്രേഡിംഗ് ബിസിനസ് ആണ്. ട്രേഡിംഗ് ബിസിനസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയലേ, ഒരു ചെറുപ്പം മുതലേ ഉള്ള ഒരു ഡ്രീം ആയിരുന്നു സൂപ്പർ കാർസ് സ്വന്തമാക്കുക. അപ്പോൾ എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ഫെറാറിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വൺസ് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ എന്താ പറയാ, ഡ്രീംസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് സൂപ്പർ കാർ. ഒരിക്കലും നമുക്ക് ഈ സൂപ്പർ കാർ നമുക്ക് മാറ്റി വെക്കാൻ തോന്നൂല. കാരണം അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പൊ ഇനി അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി പ്ലാനിങ്ങിലാണ്. എന്നാലും എടുക്കുകയാണെങ്കിൽ മെക്ലാറൻ വല്ല എടുക്കും. മെക്ലാറൻ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ലംബോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ
അവന്റഡോർ അല്ല, ഇപ്പം റിവോൾട്ടോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഒരു പ്ലാനിങ് ഉണ്ട്. സീനായിരിക്കും. ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ റൺ ചെയ്തു. ഞാനിപ്പം ബിസിനസ് ഫീൽഡിൽ ഒരു 15 years ആയി. അപ്പൊ എനിക്ക് നമ്മളധികം ഡീൽ ചെയ്യണം ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ് ആണ്. മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് കൊറിയൻസ്, ചൈന, യൂറോപ്പ് അങ്ങനെ ക്ലയൻസുമായിട്ടാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം റെസ്പെക്ട് ചെയ്യാം. അത് നമുക്ക് ഏതൊരു ക്ലയൻസ് ആണെങ്കിലും ഏതൊരു കസ്റ്റമർ ആണെങ്കിലും പ്രോംപ്റ്റ് ആക്ഷൻ, അതാണ് അവരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ടൈം റെസ്പെക്ട് ചെയ്യാം. ടൈം റെസ്പെക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വന്നു തരും. നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഈവൻ ബിസിനസ് വരെ. കാരണം ഞാനിപ്പോ എനിക്കൊരു സബ് കോൺട്രാക്ടർ വരികയാണെങ്കിൽ പ്രോംപ്റ്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു സബ് കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ അവരെ പ്രിഫർ ചെയ്യും. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. അതാണ് ഓക്കെ, ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. സോ ഇതുപോലത്തെ ഗൈഡ് ഓക്കെ അമ്പോ പിന്നെ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെ വരിക? മെയിൻ്റെനൻസ് നോർമൽ നമ്മളെ ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ ചേഞ്ച്, ഇങ്ങനത്തെ നോർമൽ മെയിൻ്റെനൻസ് ഉള്ളൂ. നമ്മള് പൊതുവെ എന്താ പറയാ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ കുറവ് മീൻസ് നമ്മള് പിന്നെ അണ്ടർ വാറന്റി ആണ് കാറ്. നമുക്ക് വാറന്റി ഒരു അപ് ടു 10 years വരെ ഇയർലി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 10 years വരെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മളൊരു അഡീഷണൽ പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എസ്പെഷ്യലി ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു സൂപ്പർ കാർ വാങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇക്ക സജസ്റ്റ് ചെയ്യുന്ന കാർ ഏതായിരിക്കും? ഹുറക്ക. വൈ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. അത് നമുക്ക് ഡെയിലി യൂസിന് ഒരു പറ്റിയൊരു, മാത്രമല്ല സീറ്റ്സ് നല്ല കംഫർട്ട്. ഇത് കംഫർട്ട് സീറ്റ്സ് അല്ലേ? കംഫർട്ട് സീറ്റ് ആണ്. പിന്നെ നമുക്ക് നോസ് ലിഫ്റ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയാ റോഡ്സ് ഒക്കെ ക്ലിയറൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് സൂപ്പർ കാർ എപ്പോഴും ഒരു ലംബോർഗിനി ഹുറക്കൻ തന്നെ എടുക്കുന്നല്ലേ. കാരണം ഫെറാറി റെയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകാനും സാധ്യത. രസമാണ്, ഡ്രൈവിംഗ് ഒക്കെ നല്ല ഫണ്ണാണ്. പക്ഷെ എനിക്കൊരു ഹാൻഡ്ലിംഗ് ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്തത് ഓക്കെ, കാരണം ഓൾ വീൽ ഡ്രൈവ് അല്ലേ, നമുക്ക് എവിടെ സോ ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. 640 ആണ് ഇത്. ഓക്കെ, 640 ആണ്. 640 ഡാഷ്ബോർഡ്. സോ ഏകദേശം 640 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലംബോർഗിനി ഹുറക്കാന്റെ അകത്താണ് നമ്മൾ എല്ലാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്താ 4444. അല്ല, അതെങ്ങനെയാണ് ഈ സൗദിയിൽ അങ്ങനെ എല്ലാ കാരണം പറ്റും? കാരണം കോഡും പരിപാടിയൊന്നും ഇല്ലല്ലോ ABC ഇവിടെ ദുബായിലെ പോലെ. അല്ല, അവിടെ ഒരു 3 letter വരുന്നുണ്ട് അറബിക്കില് 3 letter 3 letters വരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് നമ്പേഴ്സും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൺലിമിറ്റഡ് നമ്പേഴ്സ് കിട്ടുമല്ലോ. അൺലിമിറ്റഡ് അല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അത് കൊള്ളാട്ടോ. സോ ബട്ട് വൈ 4444? എല്ലാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും 4444. എനിക്ക് സൗദിയില് 5 പ്ലേറ്റ് ഉണ്ട്. 5 4444 ആണ്. നാട്ടില് BMW 5 Series അതും സെയിം 4444. Why 4444? Is it your lucky number? Not lucky number. എന്താ പറയാ, ആ നമ്പർ ഞാൻ നാട്ടിലുള്ള കാർ BMW 5 Series ആണ്. അത് ഞാനൊരു എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത കാറാണ്. അതൊരു 9 years ആയി. 9 years ആയി. ഓക്കെ, അപ്പൊ ഇമോഷണൽ വാല്യൂ നമ്പറിനോട് ഒരു ക്രേസ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടി നമ്മളിപ്പോ ഷിക്സാർ റോഡിൽ പോവാണെങ്കിൽ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ പവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു രക്ഷയില്ലാട്ടോ പള്ളി. ക്ലോസ് കോൾ ആയിരുന്നു. ഒരു രക്ഷയില്ല. മാറ്റ് ഡ്രൈവർ, മാറ്റ് നേരത്തെ ശരിക്കും പറഞ്ഞല്ലേ ഫാസ്റ്റ് ഡ്രൈവറിന് ഒമ്പോ സീനായിരുന്നു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അയ്യോ, അത് ക്രേസി ഡ്രൈവർ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ നോട്ട് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇക്കടയിൽ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ഉണ്ട്. ഇവിടെ ഒരു ലംബോർഗിനി ഹുറക്കാൻ ഇവയും കിടക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു പുതിയ ലാൻഡ് ക്രൂസർ GR കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ
ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. പിന്നെ നിങ്ങൾ വണ്ടീനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇതിനകത്ത് വാട്സന്റെ വീൽസ് ആണ് വരുന്നത്, ഫുള്ളി കസ്റ്റമൈസ് ചെയ്തൊക്കെയാണല്ലോ, പല പല സാധനങ്ങൾ. ഇത് നോർമലി GR സ്പോർട്ട് വരുന്നത് 18 ഇഞ്ച് സൈസിലാണ് വരുന്നത് വീല്. അപ്പോൾ ഞാനത് എന്താ പറയുക, കുറച്ച് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ക്രേസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 22 ഇഞ്ച് അത് വീൽസോ അലോയ്സോ ചേഞ്ച് ചെയ്തു. ഒരു രക്ഷയില്ല, കാണാൻ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഇക്കിടയിൽ 5 വണ്ടികളുണ്ട്, ഈ 5-നകത്ത് ഏറ്റവും ഫേവറേറ്റ് കാർ ഏതാ? ഫേവറേറ്റ് എനിക്ക് ലാൻഡ് ക്രൂസർ GR സ്പോർട്ടാണ്. ലാൻഡ് ക്രൂസർ. ഫെറാറി ലംബോർഗിനി ഉണ്ടായിട്ട്? ഫെറാറി ലംബോർഗിനി നമുക്കൊരു ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഒരു നമ്മളെ ഒരു റൈഡിന് പോകുമ്പോൾ പറ്റിയ. പക്ഷേ ഇതിന് ഞാൻ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന കാർ അതാണ്, ലോങ് ഡ്രൈവ്. അതിപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ദുബായിലോട്ട് വന്നത്. ഇത് റിക്കവറിയിലായിരുന്നെങ്കിലും ഇത് എനിക്ക് ഓടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ലാൻഡ് ക്രൂസർ GR സ്പോർട്ടാണ്. അതെന്തായാലും പോട്ടെ. മാത്രമല്ല ഈ വണ്ടി കാണാനും ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ട ലുക്ക് കണ്ട, ഇത് ലാൻഡ് ക്രൂസറിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് LC300ൻ്റെ VXR V6 ട്വിൻ ടർബോയിന് ശേഷം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡാണ് നിങ്ങൾ ഈ കാണുന്നത് GR സ്പോർട്ട്. ഇത് ഓഫ് റോഡിങ്ങിൻ്റെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇക്കിടത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ 5 വണ്ടികളുണ്ട്, ഓക്കെ, ഇതുപോലത്തെ സൂപ്പർ കാർസും വണ്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയുക? സെറ്റ് എ ഡ്രീം, go for it, respect your time will bring everything. Time will bring everything, so that I agree with that point, to be honest. So a huge shout out to Naseem Khan. ഞാൻ എന്തായാലും നസീം ഖയുടെ ഇൻസ്റ്റാഗ്രാമും പരിപാടികളും എല്ലാം ഞാൻ താഴെ ഇടാം, നിങ്ങൾ എല്ലാവരും പോയിട്ട് മച്ചാനൊന്ന് ഫോളോ ചെയ്യുക. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട്, അതായത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് ബൈ റോൺ സൈനിങ് ഓഫ്.